ഹായ് ഓൾ, മൈ നെയിം ഈസ് നയോമി ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECCയും ECC ഇൻറ്റഗ്രേറ്റഡ് കോഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. സോ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെബ്സൈറ്റ് കാണുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ ട്രിപ്പിളൈയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് triplica.com എന്ന് ടൈപ്പ് ചെയ്താൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ECCയിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഈ ഒരു പേജ് വരും. അതിന് മേലെ നമുക്ക് ACC ഉണ്ട്, ACC പ്ലസ് BCom ഉണ്ട്, അതുപോലെ ACC പ്ലസ് MBA ഉണ്ട്. ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 80% ആൾക്കാർക്കും ACC എന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ACC പ്ലസ് BCom എന്താണ്, ACC പ്ലസ് MBA എന്താണ് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്താണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ഡിഫറൻസ്, ഡ്യൂറേഷൻ എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊന്നും എല്ലാവർക്കും അറിയുന്നുണ്ടാകത്തില്ല. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഓക്കെ, സോ ഡിഫറൻസിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് ACC എന്താണെന്നൊന്നും ബ്രീഫായിട്ട് നോക്കാം. ACC എന്താണ്, അതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ്, എക്സാം പാറ്റേൺസ് എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ACCനെ പറ്റി അറിയാനുണ്ട്. നമുക്ക് അതാദ്യം നോക്കാം. ഓക്കെ, സോ ACC എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, വിച്ച് ഇസ് റെക്കഗ്നൈസ്ഡ് ഇൻ ഓവർ 180+ കൺട്രീസ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ കൺട്രിക്കും അതിൻ്റേതായ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ഉണ്ട്. ACC എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ആണല്ലോ. അപ്പം ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് CA ഉണ്ട്, അതുപോലെ US-ലാണെങ്കിൽ നമുക്ക് US CPA ഉണ്ട്, കാനഡയിലാണെങ്കിൽ കനേഡിയൻ CPA, ഓസ്ട്രേലിയയിലാണെങ്കിൽ ഓസ്ട്രേലിയൻ CPA, അങ്ങനെ ഓരോ കൺട്രിക്കും അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സസ് ഉണ്ട്. പക്ഷേ ACC എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കൺട്രിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണോ? അല്ല, അത് അങ്ങനെയല്ല. ഈ ACC എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ്. ഈ IFRS, IAS അങ്ങനെ ഇൻ്റർനാഷണൽ ലോസ് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ് ACC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് 180+ കൺട്രീസിൽ ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ACCയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ACC എത്ര പേപ്പേഴ്സാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ് അതൊന്ന് നോക്കാം. അപ്പോൾ ACCക്ക് നമുക്ക് ടോട്ടൽ വരുന്നത് 13 പേപ്പേഴ്സാണ്. ടോട്ടൽ എത്ര? 13 പേപ്പേഴ്സാണ് നമ്മൾ ACCക്ക് വരുന്നത്. ഈ 13 പേപ്പേഴ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോളജ് ലെവൽ, സ്കിൽ ലെവൽ, പിന്നെ പ്രൊഫഷണൽ ലെവൽ. അങ്ങനെ 3ആയിട്ടാണ് നമുക്ക് ഈ ACCയുടെ എക്സാംസിന് അവർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഈ ആദ്യത്തെ ലെവലായ നോളജ് ലെവലിൽ നമുക്ക് 3 പേപ്പേഴ്സാണ് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് സ്കിൽ ലെവൽ. ഈ സ്കിൽ ലെവലിൽ നമുക്ക് 6 പേപ്പറും, പിന്നെ ലാസ്റ്റ് ലെവലായി പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അതിൽ 4 പേപ്പറും. ഈ 4 പേപ്പർ അല്ല ആക്ച്വലി ആ പ്രൊഫഷണൽ ലെവലിൽ വരുന്നത്. പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിൽ ആക്ച്വലി ടോട്ടൽ 6 പേപ്പേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ 4 പേപ്പർ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഈ 4 പേപ്പറിൽ 2 ഓപ്ഷണൽ പേപ്പേഴ്സും 2 മാൻഡേറ്ററി പേപ്പേഴ്സും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിൽ ടോട്ടൽ 6 പേപ്പേഴ്സ് വരുന്നുണ്ട്. ഈ 6 പേപ്പേഴ്സ് വരുമ്പോഴത്തേക്കും അതിൽ ആദ്യത്തെ 2 പേപ്പർ മാൻഡേറ്ററിയാണ്. അതായത് നമുക്ക് ഓപ്ഷനില്ല, ആ 2 പേപ്പറും നമ്മൾ എഴുതണം. ബാക്കിയുള്ള 4 പേപ്പേഴ്സിന് ഏതെങ്കിലും 2 മാത്രം നമ്മൾ ചൂസ് ചെയ്താൽ മതി. അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 6 പേപ്പറിൽ നിന്ന് 4 പേപ്പർ പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിൽ എഴുതണം. അപ്പോൾ ഇൻ ടോട്ടൽ നമുക്ക് നോളജ് ലെവലിൽ 3 പേപ്പർ, സ്കിൽ ലെവലിൽ 6 പേപ്പർ, അതുപോലെ P ലെവലിൽ 4 പേപ്പർ, അങ്ങനെ ടോട്ടൽ 13 പേപ്പേഴ്സാണ് വരുന്നത്. ഇനി എക്സാം പാറ്റേണിനെ പറ്റി നോക്കുവാണെങ്കിൽ ഈ നോളജ് ലെവലിൽ 3 പേപ്പർ എന്ന് പറഞ്ഞല്ലോ, ഈ പേപ്പറൊക്കെ നമ്മൾ ഓൺ ഡിമാൻഡ് എക്സാമാണ്. ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മളിപ്പോൾ എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്തു പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ CBSE സെൻറ്റർ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം സെൻറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് എക്സാം ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു, അപ്പോൾ ഞാൻ റെഡിയാണ് എനിക്ക് എക്സാം എഴുതാനായിട്ട്. നാളെ എനിക്ക് പോയിട്ട് എക്സാം എഴുതാം. അങ്ങനെയാണ് എനിക്ക് നാളത്തേക്ക് എക്സാം ബുക്ക് ചെയ്ത് നാളെ എനിക്ക് പോയിട്ട് എക്സാം എഴുതാൻ പറ്റും. അതാണ് ഓൺ ഡിമാൻഡ് എക്സാം. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. നോളജ് ലെവലിലെ 3 പേപ്പേഴ്സും അങ്ങനെയായിരിക്കും നമുക്ക് എക്സാം വരിക. സ്കിൽ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കിനും സ്കിൽ ലെവലിൽ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് F4 ആണ്, ലോയുടെ പേപ്പറാണ് വരുന്നത്. നമ്മൾ ഈ ACCയുടെ പേപ്പേഴ്സിനെയൊക്കെ F1 to F9, അതായത് ഫണ്ടമെൻ്റൽ ലെവൽ പേപ്പേഴ്സ്. ഈ ആദ്യത്തെ 2 ലെവൽസ് പറഞ്ഞല്ലോ, നോളജ് ലെവലും സ്കിൽ ലെവലും. ഈ നോളജ് ലെവലിനെയും സ്കിൽ ലെവലിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നത് ഫണ്ടമെൻ്റൽ ലെവൽസ് എന്നാണ്. ഈ ഫണ്ടമെൻ്റൽ ലെവൽസിലെ F1 to F9 എന്നറിയപ്പെടും. ഈ 9 പേപ്പർ നമ്മൾ F1 to F9 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നോളജ് ലെവൽ പേപ്പേഴ്സ് ആർ ഫ്രം F1 to F3. അത് കഴിഞ്ഞ് സ്കിൽ ലെവൽ പേപ്പേഴ്സ് വരുന്നത് F4 to F9. ഈ സ്കിൽ ലെവൽ പേപ്പറിലെ ആദ്യത്തെ പേപ്പറായ F4 ഒഴിച്ച് ബാക്കിയെല്ലാം സെഷൻ വൈസ് എക്സാം ആയിരിക്കും. ഈ F4 എന്ന് പറയുന്ന പേപ്പറും ഞാൻ നോളജ് ലെവലിൽ പറഞ്ഞ പോലെ ഓൺ ഡിമാൻഡ് എക്സാം തന്നെയാണ്, സെയിം പാറ്റേൺ. പക്ഷേ ബാക്കി പേപ്പേഴ്സൊക്കെ സെഷൻ വൈസ് എക്സാമാണ്. ഈ സെഷൻ വൈസ് എക്സാം എന്ന് പറഞ്ഞാൽ എന്താ? സെഷൻ വൈസ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇയർലി 4 സെഷൻസ് ആണുള്ളത്. അതായത് ഇയർലി നമുക്ക് ആ 4 പ്രാവശ്യം മാത്രമാണ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഒന്ന് മാർച്ച്, പിന്നെ ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ. ഈ 4 സെഷൻസിലാണ് നമുക്ക് ഈ സ്കിൽ ലെവൽ പേപ്പർ എക്സാം എഴുതാൻ പറ്റുള്ളൂ. മറ്റേ നോളജ് ലെവൽ പോലെ
നോളജ് ലെവലിലെ പേപ്പേഴ്സ് പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ പോയിട്ട് എക്സാം എഴുതാൻ പറ്റില്ല. ബാക്കി പേപ്പേഴ്സ് എല്ലാം ഈ സ്കിൽ ലെവലിലെ പേപ്പേഴ്സും പ്രൊഫഷണൽ ലെവലിലെ പേപ്പേഴ്സും എല്ലാം നമുക്ക് സെഷൻ വൈസ് എക്സാം ആണ് എഴുതാൻ പറ്റുള്ളൂ. ആ ഇയർലി 4 വിൻഡോസ് ആണുള്ളത്. ഒന്ന് മാർച്ച്, ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ. ഈ 4 സെഷൻസിലായിരിക്കും നമ്മുടെ സ്കിൽ ലെവലും പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സും വരിക. ഓക്കെ, ഒരു 12th കഴിഞ്ഞ സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് ആയിട്ട് ECCക്ക് ജോയിൻ ചെയ്തു വെച്ചോ. ഡയറക്റ്റ് ആയിട്ട് ECCക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഈ 13 പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ സ്റ്റുഡൻറ്റിനെ നമ്മൾ എഫിലിയേറ്റ് എന്ന് പറയുന്നത്. അതായത് 13 പേപ്പറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, എക്സാം എഴുതി പാസ്സായി. അപ്പോൾ ACCയുടെ എക്സാമിൻ്റെ മാർക്സ് വരുന്നത് ACCക്ക് 100ലാണ്. 100 മാർക്സിൽ 50 കിട്ടിയാലാണ് നമ്മൾ പാസ്സാവുക. അപ്പോൾ ഈ 13 പേപ്പേഴ്സും നമ്മൾ എഴുതി പാസ്സായി കഴിഞ്ഞാൽ ആൾ നമ്മൾ വിളിക്കുന്നതാണ് ECC അഫിലിയേറ്റ്. നമ്മൾ പേപ്പേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ നമ്മൾ എന്താ വിളിക്കുക? ECC അഫിലിയേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അഫിലിയേറ്റ് ആയിക്കഴിഞ്ഞാൽ തീർന്നില്ല. ECCയുടെ നമ്മുടെ ജേർണിയിൽ ECC അഫിലിയേറ്റ് ആയിക്കഴിഞ്ഞാൽ തീർന്നോ? ഇല്ല. ECC അഫിലിയേറ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർ മാത്രം കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് ECC അഫിലിയേറ്റ് എന്ന് വിളിക്കുക. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു CA കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ CA എന്നുള്ള ലെറ്റേഴ്സ് അവരുടെ പേരിൻ്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്യും. അതുപോലെ ECCക്ക് ആഡ് ചെയ്യാൻ പറ്റും. പേരിൻ്റെ ഫ്രണ്ടിലല്ല, പേര് കഴിഞ്ഞിട്ടാണ് ECCയിൽ യൂഷ്വലി ആഡ് ചെയ്യുക. പക്ഷെ അങ്ങനെ നമുക്ക് ECC എന്നുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ACCയുടെ മെമ്പർ ആവണം. അപ്പോൾ ECC മെമ്പർ ആണെങ്കിൽ നമ്മൾ 13 പേപ്പേഴ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ പോരാ. അതിന് കുറച്ചും കൂടി റിക്വയർമെൻറ്റ്സ് ഉണ്ട്, കുറച്ചും കൂടി ക്രൈറ്റീരിയസ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് EPSM, എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽ മൊഡ്യൂൾ. ഇപ്പം നമ്മൾ ഈ 13 പേപ്പർ എക്സാമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഈ ഒരു മൊഡ്യൂളും നമ്മൾ പാസ്സാവണം. പക്ഷേ നമുക്കറിയാം നമ്മൾ ACCയുടെ എക്സാംസിനെല്ലാം എക്സാം ഫീസ് ഉണ്ട്. അതായത് ഓരോ പേപ്പർ അനുസരിച്ചാണ് നമുക്ക് എക്സാം ഫീസ് വരുന്നത്. അപ്പോൾ F1 to P ലെവലിൽ ഓരോ പേപ്പേഴ്സും നമുക്ക് എക്സാം ഫീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പേപ്പർ രജിസ്റ്റർ ചെയ്തു, എക്സാം അറ്റംപ്റ്റ് ചെയ്തു, പാസ്സായില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അത് അറ്റംപ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും എക്സാം ഫീസ് അടയ്ക്കണം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു EPSM മൊഡ്യൂൾ ഒരു 1 ടൈം പർച്ചേസ് ആണ്. നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, പേയ്മെൻറ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഒരു CB സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. EPSM മൊഡ്യൂൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഈ EPSM മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ 3 years ഓഫ് റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് ആണ്. 3 years അല്ലെങ്കിൽ 36 months ഓഫ് റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ്. ഇപ്പം നമ്മൾ ACC കംപ്ലീറ്റ് ചെയ്തിട്ട് ACC ആയിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അതും കൊണ്ട് ACCയുടെ അടുത്ത് തന്നെ ACC വോണ്ട് ആക്സെപ്റ്റ് ദാറ്റ്, അവരത് കൗണ്ട് ചെയ്യത്തില്ല. അപ്പോൾ എന്താണ് റെലവൻറ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ്? അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ കുറച്ച് ജോബ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് ഓഫ് ACC എന്ന് പറയുന്നത്. ഇതാണ്, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ACC ഇപ്പോൾ. നമുക്ക് ഏതൊരു ഫീൽഡിലേക്ക് വേണമെങ്കിലും തിരിയാൻ പറ്റും. ഒരു കൊമേഴ്സ് പ്രൊഫഷനിൽ ഏതൊരു പ്രൊഫഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് തിരിയാൻ പറ്റും. യു ക്യാൻ ബി എൻ ഓഡിറ്റർ, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആവാം, ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആവാം, അല്ലെങ്കിൽ റിസ്കിൽ വർക്ക് ചെയ്യാം, കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ വാസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾ 3 years വർക്ക് എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ACC കൗണ്ട് ചെയ്യും. അപ്പോൾ EPSM മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം, ഈ 3 years റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ അവസാനമായിട്ട് PER എന്ന് പറയുന്ന സാധനമുണ്ട്. അത് 9 പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ എംപ്ലോയറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് പല ജോബ് പ്രൊഫൈൽസ് ആയിരിക്കും, പല റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. അപ്പം ACC പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 9 ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 9 ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മെമ്പറാവും. അപ്പം ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് EPSM മൊഡ്യൂൾ, അതുപോലെ 3 years ഓഫ് റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ദിസ് 9 പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സ്. ഇപ്പം നിങ്ങളൊരു ACC അപ്രൂവ്ഡ് എംപ്ലോയറിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ 9 ഒബ്ജക്റ്റീവ്സ് ഓട്ടോമാറ്റിക്കലി അത് ടിക്കാണ്, ഓട്ടോമാറ്റിക്കലി അവരത് ആക്സെപ്റ്റ് ചെയ്യും. ACC അപ്രൂവ്ഡ് എംപ്ലോയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിന് താഴേക്ക് പോകുമ്പോഴത്തേക്കും കാണാം, ഒരു കൊമേഴ്സ് പ്രൊഫഷണലിൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് Big 4 എന്ന് പറയുന്ന കമ്പനീസാണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹവ് ഹേർഡ് ദാറ്റ്. Big 4 എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4 സർവീസ് പ്രൊവൈഡിങ് കമ്പനീസാണ്. സർവീസ് പ്രൊവൈഡിങ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ്, അക്കൗണ്ട് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ 4 കമ്പനീസാണ് Big 4 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് Big 6 ആണ്. Big 4 എന്ന് പറയുന്ന ആദ്യത്തെ 4 കമ്പനി ഡിലോയ്റ്റ്, EY, PwC ആൻഡ് KPMG. ഈ 4 കമ്പനീസാണ് Big 4 എന്ന് അറിയപ്പെടുന്നത്. ഈ Big 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ Big 6 ഉണ്ട്, Big 10 ഉണ്ട്. ഇവിടെ കൊടുത്തേക്കുന്നത് Big 6 ആണ്. ഈ EY, ഡിലോയ്റ്റ്, PwC, KPMG അല്ലാതെ ഗ്രാൻഡ് തോട്ടൻ, BDO. അതല്ലാതെ ലിസ്റ്റ് ഗോസ് ഓൺ.
ഈ ടോപ്പ് 10 വരുന്ന കമ്പനീസ് വേറെ കുറേ കമ്പനീസ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ACC അപ്രൂവ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസാണ്. അപ്പം നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 9 പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ടിക്കാണ്. നമ്മൾ ജസ്റ്റ് ഈ 3 years വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ EYയിലാണ് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ ഡിലോയിറ്റിലാണ് വർക്ക് ചെയ്ത് നോട്ടിഫൈ ചെയ്യുമ്പോൾ തന്നെ ഇറ്റ്സ് ഓൾറെഡി ടിക്ക്. അപ്പം EPS മൊഡ്യൂൾ, 3 years of relevant work experience ആൻഡ് അതുപോലെ തന്നെ ഈ 9 ഒബ്ജക്റ്റീവ്സ് ഇതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾ ACCA മെമ്പർ ആവുന്നത്. അപ്പം ഈ 13 പേപ്പേഴ്സ് എഴുതി കഴിയുമ്പോൾ നമ്മൾ ACCA എഫിലിയേറ്റ് ആവും. പിന്നെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ACCA മെമ്പർ ആവും. അപ്പോൾ ഇതാണ് ACCയുടെ ഒരു സ്ട്രക്ചർ. ACCയുടെ കോഴ്സ്, ACC എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ 12th കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ഒരു ACCയ്ക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇത്രയും കാര്യങ്ങളായിരിക്കും ACC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സ് റൂട്ട് കാണാൻ പറ്റും, അതുപോലെ സിലബസ് കാണാൻ പറ്റും, ഏതൊക്കെ പേപ്പേഴ്സാണ്, അതിൻ്റെ മൊഡ്യൂൾസ്, ചാപ്റ്റേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എക്സാം രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ACCA + BCom. ACCA + BCom എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു ACCA എന്ന് പറയുന്ന കോഴ്സ് ഇപ്പം നമ്മൾ ഡയറക്റ്റ് മുമ്പ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ റൂട്ടാണ്. അതായത് 12th കഴിഞ്ഞ് ഡയറക്റ്റ് ACCA ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് പോകുന്നൊരു റൂട്ടാണ് ട്രഡീഷണലായിട്ട് ACCയുടെ എല്ലാ പേപ്പറും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നൊരു റൂട്ട്. ഇനിയിപ്പോൾ നമുക്ക് ACCA + BCom. ഈ ACCA + BCom എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ്. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ BCom മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ACCA മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ്, അതായത് രണ്ടും ഒരുമിച്ചുള്ളൊരു കോഴ്സാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 years ആണ്. നമുക്കറിയാം ഡിഗ്രിയുടെ ഡ്യൂറേഷൻ 3 years ആണ്. ACCA എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഇയർ വൈസ് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ പേപ്പർ വൈസ് ആയതുകൊണ്ട് പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓൺ ആൻ ആവറേജ് യു ക്യാൻ കംപ്ലീറ്റ് ACCA ഇഫ് യു ടേക്ക് ദ ട്രഡീഷണൽ റൂട്ട് ഒരു 2 to 3 yearsനുള്ളിൽ നമുക്ക് ACCA ഡയറക്റ്റ് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യാം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ACCA + BCom അത് 3 years ആണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. കാരണം ഡിഗ്രി 3 years ആണല്ലോ. അപ്പം എന്താണ് ഈ ACCA + BComൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, എന്തിനാണ് ACCA + BCom ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ IIIയിൽ നമ്മൾ 3 യൂണിവേഴ്സിറ്റീസാണ് ACCA + BCom നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് JEIN, ഒന്ന് AMITI, then ENAPOYA. ഈ 3 യൂണിവേഴ്സിറ്റീസിൻ്റെ BCom ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ACCA + BCom ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, അപ്പോൾ ACCA + BCom നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻ 3 years യു വിൽ ഹാവ് 2 degrees. ഒന്ന് ഡിഗ്രി, അതായത് BCom, അതുപോലെ തന്നെ ACCയും. ഈ 2 ഡിഗ്രി നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് കിട്ടും. നമുക്കറിയാം ഇന്നത്തെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രം കൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. അപ്പം ACCA എടുക്കുകയാണെങ്കിലും ACCA ഒക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് ഒരു ഡിഗ്രി കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പം ACCA + BCom എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 വർഷം കൊണ്ട് 2 ക്വാളിഫിക്കേഷനാണ് കിട്ടുന്നത്. ഒരു 12 ക്വാളിഫിക്കേഷനാണ് കിട്ടുന്നത്. ഒന്ന് BCom അതുപോലെ തന്നെ ACCയും. ഇതിൻ്റെ പുറമേയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ആർ ടേക്കിംഗ് ACCA + BCom, ഞാൻ പറഞ്ഞില്ല നമുക്ക് ACCയിൽ ടോട്ടൽ 13 പേപ്പേഴ്സാണുള്ളത്. പക്ഷേ ഇഫ് യു ആർ ഡൂയിങ് ACCA + BCom ഈ 13 പേപ്പേഴ്സിൽ 9 പേപ്പേഴ്സ് നിങ്ങൾക്ക് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും. അതായത് ബാക്കി വരുന്ന 4 പേപ്പർ മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ആവും. ഈ 9 പേപ്പേഴ്സ് F1 to F9 എന്ന് പറയുന്ന പേപ്പറിനൊന്നും എക്സാം നിങ്ങൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിൻ്റെ 4 പേപ്പർ എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എഫിലിയേറ്റ് ആവും. അപ്പോൾ ഒരു ഡൗട്ട് വരും, അതെങ്ങനെയാണ് അങ്ങനെ എക്സാം എഴുതാതെ എങ്ങനെ നമ്മൾ പാസ്സാവുന്ന, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ ഈ ലെവൽ മാത്രം എഴുതിയാൽ മതി, അങ്ങനെ ഡൗട്ട് വരും. അപ്പോൾ എന്തുകൊണ്ട് എക്സംഷൻ കിട്ടുന്നത്? അപ്പോൾ നമ്മുടെ ഈ BComൻ്റെ പേപ്പേഴ്സിൽ ACCയുടെ സിലബസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ACCയിൽ ഈ F1 to F9 പഠിക്കുന്ന പേപ്പേഴ്സിൻ്റെ ഒക്കെ പോർഷൻസ് അല്ലെങ്കിൽ സിലബസ് നമുക്ക് BComലും പഠിക്കാനുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ 9 പേപ്പർ എഴുതണ്ടാത്തത്. ഈവൻ ദോ നിങ്ങൾ ACCയുടെ എക്സാം എഴുതുന്നില്ലെങ്കിലും ഇവിടെ IIIയിൽ വി ആർ കണ്ടക്ടിങ് എക്സാം. നമ്മൾ ഈ 9 പേപ്പേഴ്സിനും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആ എക്സാംസിനും നിങ്ങൾക്ക് ACCയുടെ എക്സാംസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും പാറ്റേൺ വരുന്നുണ്ടാവുക. ഇതിനും 50 മാർക്സ് തന്നെ പാസ്സാവാൻ വേണം. പക്ഷേ നിങ്ങൾ ACCക്ക് കൊടുക്കുന്ന പോലെ ഓരോ എക്സാമിനും നിങ്ങൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ നോളജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ BCom + ACC എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 years കൊണ്ട് 2 ക്വാളിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ 9 പേപ്പേഴ്സ് നിങ്ങൾക്ക് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ P-levels 4 പേപ്പർ മാത്രം എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ക്വാളിഫൈ ആവും. അപ്പോൾ 12th കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കും ഈ ACCA + BCom എന്ന് പറയുന്ന കോഴ്സിന് എലിജിബിൾ ആയിട്ടുള്ളവ. അപ്പോൾ നിങ്ങൾക്കറിയാം ഡിഗ്രിക്ക് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 12th ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ 12th കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് നമുക്ക് ACCA + BCom എന്നുള്ള കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ബാക്കി സ്ട്രക്ചറൊക്കെ ഞാൻ ആദ്യം ACCക്ക് പറഞ്ഞതുപോലെ തന്നെ
നിങ്ങൾ ആദ്യത്തെ F1 to F9 എന്നുള്ള പേപ്പർ നിങ്ങൾ എഴുതുന്നില്ല, പിന്നെ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടുള്ള P-level പേപ്പേഴ്സാണ് നിങ്ങൾ എഴുതുന്നത്. P-levels ആദ്യത്തെ 2 പേപ്പറാണ് മാൻഡേറ്ററി വരിക, പിന്നെ വരുന്ന 4 പേപ്പേഴ്സിൽ ഏതെങ്കിലും 2 ചൂസ് ചെയ്താൽ മതി. അതൊക്കെ സ്ട്രക്ചറൊക്കെ സെയിം തന്നെ, ACCയുടെ പറഞ്ഞതുപോലെ തന്നെയാണ് ACC+B.Com വരിക. ഇനി അടുത്തത് വരുന്ന ACC+MBA. ഇവിടെ നമ്മൾ ACC+MBAക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം B.Com പോലെ തന്നെ സിമിലർ ആണ് ഇത്. പക്ഷേ നമുക്ക് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 2 years ആണ്. MBAയുടെ ഡ്യൂറേഷൻ എത്രയാണോ അത്രയാണ് നമ്മൾ കോഴ്സ് ഡ്യൂറേഷൻ 2 years പറയുന്നത്. അപ്പോൾ സെയിം ആസ് B.Com തന്നെയാണ് ഇതും വരുന്നത്. നിങ്ങൾക്ക് 2 വർഷം കൊണ്ട്, B.Com 3 വർഷമായിരുന്നെങ്കിൽ ഇതിപ്പം MBA നിങ്ങൾക്ക് 2 വർഷം, MBA+ACC എന്നുള്ള കോഴ്സാണെങ്കിൽ 2 വർഷം കൊണ്ട് ഡുവൽ ക്വാളിഫിക്കേഷനാണ്. ഒന്ന് ACCയും അതുപോലെ തന്നെ MBAയും 2 വർഷം കൊണ്ട് കിട്ടും. ഇതിലും നമുക്ക് സെയിം, അത് F1 to F9 എന്നുള്ള പേപ്പർ എക്സംപ്റ്റഡ് ആണ്. നിങ്ങൾ P-level പേപ്പേഴ്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ ക്വാളിഫൈ ആവും. അപ്പം ഇതിൽ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഡ്യൂറേഷൻ മാത്രമാണ് B.Com-ഉം ഇതുമായിട്ടുള്ളത്. പിന്നെ MBA+ACC എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഒരു B.Com ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്കാണ് ഈ ACC+MBA എന്ന് പറയുന്ന കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് കോഴ്സ് റൂട്ടും സിലബസും ഒക്കെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി കോഴ്സ് സ്ട്രക്ചറിനും എക്സാം പാറ്റേൺസിനും ഒന്നും വ്യത്യാസമില്ല. നിങ്ങൾ P-level പേപ്പർ മാത്രമാണ് എഴുതുന്നുള്ളൂ ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് വരുമ്പോൾ. F1 to F9 എന്നുള്ള പേപ്പർ നിങ്ങൾ ACCയുടെ എക്സാം എഴുതുന്നില്ല, പക്ഷേ ട്രിപ്പിൾ എക്സാംസ് നിങ്ങൾ എഴുതുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ദ നോളജ്. നിങ്ങൾ P-levelലേക്ക് ചെല്ലുമ്പോൾ ഈ F1 to F9 എന്നുള്ള പേപ്പേഴ്സിൻ്റെ നോളജ് നിങ്ങൾക്ക് വേണമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടി വിൽ ബി കണ്ടക്ടിങ് എക്സാംസ് ഫോർ ദാറ്റ്. ACCയുടെ സെയിം പാറ്റേണിലായിരിക്കും നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അപ്പം ഇതാണ് മേജറായിട്ട് നമുക്ക് ACCA ആൻഡ് ACCA ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൽ വരുന്ന ഡിഫറൻസ്. നിങ്ങൾ ഈ വെബ്സൈറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് അല്ലെങ്കിൽ യു ക്യാൻ കോൾ us. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.